വോട്ടുകൊള്ള, വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്നീ കാര്യങ്ങൾ മുൻനിർത്തി പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് രാത്രിയിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് എന്നൊരു പരിപാടി നടത്തുകയുണ്ടായി. അതിന്റെ പ്രധാന പ്രാസംഗികൻ കെ.സി. വേണുഗോപാലായിരുന്നു. അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ആളാണ്. കോൺഗ്രസിന്റെ നേതൃശ്രേണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കേട്ടപ്പോൾ, ടെലിവിഷനിലാണ് കേട്ടത്, അത് കേട്ടപ്പോൾ വാസ്തവത്തിൽ ശരീരത്തിലൂടെ ഒരു ഭീതിയുടെ മിന്നൽ പിണർ, ഒരു കൊള്ളിമീൻ കടന്നുപോയി എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞത് സ്വജീവന് നേരെയുള്ള ഭീഷണികൾ അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ജീവന് ഭീഷണിയുണ്ട്. അത് കോൺഗ്രസിന് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞത് ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ, സുരക്ഷാ ഏജൻസികളിൽ നിന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള അനൗദ്യോഗികമായ വിവരങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നമ്മളാരും പറയുന്നത് പോലെയല്ല. നമ്മളൊരു വീഡിയോയിൽ സ്വജീവിതം പണയപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വോട്ട് കൊള്ളയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുന്നത് പോലെയല്ല. കോൺഗ്രസിന്റെ ആധികാരികമായ ശബ്ദമാണ് നമ്മൾ കെ.സി. വേണുഗോപാലിലൂടെ കേൾക്കുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം, അതായത് രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യയിലുണ്ട്. അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളുണ്ട്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രക്ഷോഭവുമായി പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ്. ബീഹാറിന്റെ തെരുവിൽ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഭീഷണി വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത്. അത് ഞങ്ങൾക്കറിയാം കുറെ നാളുകളായിട്ട്. സോഷ്യൽ മീഡിയ, BJPയുടെ സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഒരുപാട് പേര് ഈ രാജ്യത്തുണ്ട്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേര് അകത്തുണ്ട്. അതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് ആ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 1 വരെ രാഹുൽ ഗാന്ധി ബീഹാറിലെ തെരുവുകളിൽ അദ്ദേഹം സമരം പ്രക്ഷോഭം നയിക്കുകയാണ്. RJയുടെ തേജസ്വി യാദവുമൊത്ത് അദ്ദേഹം പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടാകും. ഈ കാലത്ത് ബീഹാറിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് ഈ പ്രസംഗത്തിന് ശേഷം കെ.സി. വേണുഗോപാലുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം ആളുകളുടെ ഇടയിലേക്ക് ഇഴുകി ചേരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ ഗവൺമെന്റ് നൽകുന്ന സുരക്ഷ ഉണ്ടാവും. അത് മതിയായതാണോ എന്ന കാര്യത്തിലൊക്കെ തർക്കമുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെയും വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു മിനിമം പ്രൊട്ടക്ഷൻ ബീഹാറിലെ പോലീസും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും നൽകുന്നുണ്ടാവും. എങ്കിൽ പോലും കോൺഗ്രസിൻ്റെതായ ശ്രദ്ധ വേണമെന്ന് ഇന്റലിജൻസ് ഏജൻസികൾ കോൺഗ്രസ് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. അത് ഔപചാരികമല്ല, അനൗപചാരികമാണെന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നു. എന്തൊരു അവസ്ഥയാണിത്! നമ്മളിത് ചർച്ച ചെയ്യുന്നത് സ്വാതന്ത്ര്യ ദിനത്തിന്റെ 79ാം വാർഷിക ദിനത്തിലാണെന്ന് ഓർക്കണം. ഈ ദിവസം നമ്മൾ രാഹുൽ ഗാന്ധി നേരിടുന്ന ജീവഭീഷണിയെ കുറിച്ച് ചർച്ച ചെയ്യുക. എന്തൊരവസ്ഥ! ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ തന്നെയല്ലേ ഇത്? ആലോചിച്ച് നോക്ക്. അദ്ദേഹം പോരാട്ടം നടത്തുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിനെ തഴയിടാനല്ല, കലാപമല്ല അദ്ദേഹം നടത്തുന്നത് സ്വതന്ത്രവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനാ. ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ഭീഷണികളെ നേരിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക, ആ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ജീവൻ മരണ പോരാട്ടം നടത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉണ്ടാകുന്നത്? സത്യം വിളിച്ചു പറയുന്നവർക്കാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടുന്നത്. സത്യം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോൾ ഉന്മൂലനം എന്നൊരാശയം പലരുടെയും മനസ്സുകളിലേക്ക് കടന്നു വരാം. അതാണിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കരുതാൻ പറ്റും. 10,000-കണക്കിന് ആളുകളുടെ ജീവത്യാഗം കൊണ്ട് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യം, അതിന്റെ 79ാം വാർഷികം ഇന്ന് നമ്മളത് ആഘോഷിക്കുമ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധി നേരിടുന്ന വധഭീഷണിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതേസമയം ഗവൺമെന്റോ, പെട്രോളിയം വകുപ്പ് ഇന്നിറക്കിയ ഒരു പോസ്റ്റർ, അതില് പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കാണിച്ചിരിക്കുന്ന VD സവർക്കറെയാണ്.
രാഷ്ട്രപിതാവായ ഗാന്ധിജി അദ്ദേഹത്തിന് താഴെയാണ്, 2ാം സ്ഥാനത്താണ്. ഭഗത് സിംഗ് ഉണ്ട്, നേതാജി സുഭാഷ് ബോസ് ഉണ്ട് ആ പോസ്റ്ററിൽ. പക്ഷേ നെഹ്റു ഇല്ല. കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ പോലും ഈ പോസ്റ്ററിൽ നിന്ന് തമസ്കരിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ആരാണ് വി ഡി സവർക്കർ? സവർക്കറിന് സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധമെന്താണ്? ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ന് അതുപോലെ പ്രധാനമന്ത്രി നടത്തിയ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ മുഴുവൻ RSSനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടായിരുന്നു. RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ്, ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. ഓക്കെ, ആയിക്കോട്ടെ. RSSനെ കുറിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ എന്തിനാണ് ഇതുപോലെയുള്ള പുകഴ്ത്തലുകൾ സംഭവിക്കുന്നത്? ഇനി നാളെ അടുത്ത വർഷം മോദി RSS ആണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന രീതിയിൽ പ്രസംഗിച്ചുകൂടായിരിക്കുകയില്ല. അപ്പം മൊത്തം ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലെഗസിയെ മൊത്തത്തിൽ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ട് കൊള്ളയ്ക്കൊപ്പം, വോട്ട് കൊള്ള എന്ന് പറയുന്നത് അധികാരത്തിൽ ഇരുപ്പുറപ്പിക്കാനാ, എന്നേക്കുമായിട്ടിരിക്കാനാ. മറുഭാഗത്ത് ചരിത്രം തിരുത്തുകയാണ്, പുതിയ ചരിത്ര നിർമ്മിതി നടത്തുകയാണ്. അതാണ് പറഞ്ഞത്. ഈ വളരെ പരിപാവനമായ ഒരു ദിവസം നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ജീവനെ കുറിച്ച്, അതിനുണ്ടാകുന്ന ഭീഷണിയെ കുറിച്ച് സംസാരിക്കുക. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ തീയോടാണ് കളിക്കുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് എനിക്കറിയാവത്, ഐ ആം പ്ലേയിങ് അഗൻസ്റ്റ് ഫയർ. ശരിയാണത്, പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. രാഹുൽ ഗാന്ധി 2 ബലിദാനികളുടെ, രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച 2 പേരുടെ പിന്തുടർച്ചക്കാരനാണ്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും. ആ ചോരയാണല്ലോ അദ്ദേഹത്തിന്റെ സിരകളിലൂടെ ഒഴുകുന്നത്, രക്തധമനികളിലൂടെ പ്രവഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഭീരുത്വം കാണിക്കുമോ? അതാണ് പറഞ്ഞത്. വധഭീഷണി ഉണ്ടായിട്ടും വേണുഗോപാലിന്റെ ഭാഷയിൽ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖ സംഭാഷണത്തിലാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞു, കുടുംബത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠമുണ്ട്, അതായത് ഭീരുക്കളെ ഭയപ്പെടരുതെന്ന്. അതാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം, ഭീരുക്കളെ ഭയപ്പെടാതിരിക്കുക. എങ്ങനെയാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ധീരതയോടെ പ്രശ്നങ്ങളെ നേരിട്ടത്? വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിച്ചു? ആ ധൈര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. അതാണ് പറഞ്ഞത്, ഭീരുക്കളെ പേടിക്കാൻ ഞാനില്ല എന്നുള്ളത്. രാജ്യം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. 1947 ലഭിച്ച സ്വാതന്ത്ര്യം അത് പൂർണ്ണ അർത്ഥത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ? പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ, അതിന് തലേന്ന് വിഭജന ഭീതി ദിനം, ഈ ദ്വിരാഷ്ട്രവാദം എന്നുള്ളത് ആദ്യം ഉന്നയിച്ചത് ആരാണെന്നങ്ങ് മറന്നുപോവുക, BJP-ക്കാര്. അത് സവർക്കറാ ആദ്യമായിട്ട് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. പിന്നാണ് മുഹമ്മദ് അലി ജിന്ന അത് ഏറ്റെടുത്തത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, രാജ്യം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. ഇവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ പലതും വിളിച്ച് പരിഹസിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം ഇന്നിപ്പോ ജനാധിപത്യത്തിന്റെ ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുക. അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകുകയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യേണ്ടത്.